ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രിപ്പോസിഷൻ ക്ലാസ്സിൽ അത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കോണ്ടിനെൻറ്റ്സ്, അതായത് നമ്മുടെ വൻകരകൾ, രാജ്യങ്ങൾ, കൺട്രീസ്, ക്യാപിറ്റൽ സിറ്റീസ്, അതുപോലെ ലാർജ് ടൗൺസ്. നോക്കുക, ഏറ്റവും വലിയ, അതായത് വൻകരകൾ, രാജ്യങ്ങൾ, ക്യാപിറ്റൽ തലസ്ഥാന നഗരങ്ങൾ, അതുപോലെ ലാർജ് ടൗൺസ് എന്നിവയുടെ മുന്നിൽ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്. പക്ഷെ അതിൽ ഞാൻ ലാർജ് ടൗൺസ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. അതായത് വി യൂസ് ടു ലിവ് ഇൻ ആഫ്രിക്ക, ഒരു ഭൂഖണ്ഡമാണ്. ഇൻ ആഫ്രിക്ക, ഇൻ ചൈന, ഇൻ മുംബൈ, ഇൻ കൊച്ചി. അപ്പം വലിയ ടൗണിന് മുന്നിൽ, ക്യാപിറ്റൽ സിറ്റീസിന് മുന്നിൽ, രാജ്യങ്ങളുടെ മുന്നിൽ, അതുപോലെ തന്നെ വൻകരകളുടെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇന്ന് ഉപയോഗിക്കണം. ഡൗട്ടൊന്നുമില്ലല്ലോ. എന്നാൽ നോക്കിക്കോ, വില്ലേജസ്, സ്മോൾ ടൗൺ എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ഉപയോഗിക്കണം. വില്ലേജിൻ്റെ പേര് കേട്ടോ, വില്ലേജ് എന്ന് പറഞ്ഞാൽ വില്ലേജിൻ്റെ പേര് വേണം. ചെറിയ വില്ലേജുകൾ, ചെറിയ ടൗണുകൾ എന്നിവയുടെ മുന്നിൽ എന്താ ഉപയോഗിക്കേണ്ടത്? അറ്റാണ്. അപ്പം വലിയ സ്ഥലങ്ങളുടെ മുന്നിൽ എന്ത് വേണം? ഇന്നാണെങ്കിൽ ചെറിയ സ്ഥലങ്ങളുടെ മുന്നിൽ, വില്ലേജുകൾ, സ്മോൾ ടൗൺ എന്നിവയുടെ മുന്നിൽ എന്ത് വേണം? അറ്റാണ് വേണ്ടത്. ഐ ലിവ് അറ്റ് പള്ളിക്കര. ഐ ലിവ് അറ്റ് പള്ളിക്കര ചെറിയ ടൗണാണ്, ചെറിയൊരു വില്ലേജാണ് പള്ളിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഐ ലിവ് ഇൻ എ വില്ലേജ്. ഐ ലിവ് ഇൻ എ വില്ലേജ്. അവിടെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പേര് അവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ വില്ലേജ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഐ ലിവ് ഇൻ എ വില്ലേജ്. വില്ലേജ് എന്ന് മാത്രം വരുമ്പോൾ അവിടെ എന്ത് വേണം? അതിൻ്റെ പേരില്ലാതിരിക്കുമ്പോൾ എന്ത് വേണം? ഇൻ തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ വില്ലേജിൻ്റെ പേര് വരികയോ അല്ലെങ്കിൽ ചെറിയ ടൗണുകളാണോ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അറ്റാണ് വേണ്ടത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം. രണ്ട് സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ, അതായത് ഒരു സെൻറ്റൻസിൽ തന്നെ രണ്ട് സ്ഥലങ്ങളുണ്ട്. ചെറിയ സ്ഥലത്തിന് മുന്നിൽ അറ്റും വലിയ സ്ഥലത്തിന് മുന്നിൽ എന്ത് ഉപയോഗിക്കണം? ഇന്നും ഉപയോഗിക്കണം. രണ്ട് സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ വലിയ സ്ഥലത്തിന് മുന്നിൽ ഇന്നും, ചെറുതിന് മുന്നിൽ അറ്റുമാണ് ഉപയോഗിക്കേണ്ടത്. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ അറ്റ് രാമേശ്വരം. ഇവിടെ രാമേശ്വരം ചെറിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? അറ്റ് ഉപയോഗിച്ചു. ഇൻ തമിഴ്നാടു. അപ്പോൾ രാമേശ്വരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലം തന്നെയാണ്. ചിലപ്പോൾ അത് വലിയൊരു പട്ടണമാകാം. പക്ഷേ ഇവിടെ രണ്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായിട്ട്. അതിൽ ചെറിയ സ്ഥലത്തിന് മുന്നിൽ അറ്റും വലുതിന് മുന്നിൽ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി നോക്കാം. നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പഠിച്ചത് അതൊന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ്. ഒരു പ്ലേസ് ഓഫ് വർക്ക്, ഒരു ജോലി ചെയ്യുന്ന സ്ഥലം, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഇന്ന് ഉപയോഗിക്കണം. ഒരു ജോലി ചെയ്യുന്ന സ്ഥലം, പ്ലേസ് ഓഫ് വർക്ക്, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഇന്ന് ഉപയോഗിക്കണം. മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. ബാങ്ക് ഒരു ബിൽഡിംഗ് ആണ്. മനസ്സിലായല്ലോ? മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇൻ ആൻ ഓഫീസ് എന്ന് പറയാം. ഇൻ ആൻ ഓഫീസ് എന്ന് പറയാം. ഓഫീസ് ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഇൻ എ ഷോപ്പ് എന്ന് പറയുക. ഇൻ എ ഫാക്ടറി എന്നാ പറയുക. ഇൻ എ റെസ്റ്റോറൻറ്റ് എന്നാ പറയുക. ഇൻ എ ഹോസ്പിറ്റൽ എന്നാ പറയുക. മനസ്സിലായല്ലോ? ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരു കെട്ടിടമായിരിക്കില്ലേ? ബാങ്ക് ഒരു കെട്ടിടത്തിൽ തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാങ്ക് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ് ഓഫ് വർക്ക് ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കണം. ഇതിൽ ഡൗട്ടില്ലാന്ന് തോന്നുന്നു. എന്നാൽ ഒരു പ്ലേസ് ഓഫ് വർക്ക് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഓൺ ഉപയോഗിക്കണം. ബിൽഡിംഗ് അല്ലെങ്കിൽ ഓൺ ഉപയോഗിക്കണം. മൈ ബ്രദർ ഈസ് എംപ്ലോയിഡ് ഓൺ ദ റെയിൽവേ. മൈ ബ്രദർ ഈസ് എംപ്ലോയിഡ് ഓൺ ദ റെയിൽവേ. ഇവിടെ റെയിൽവേ എന്നത് ഒരു ബിൽഡിംഗ് അല്ല. റെയിൽവേ എന്നത് എന്താണ്? റെയിൽവേ എന്താണ്? ഒരു വാഹനമാണ്. അതൊരു ബിൽഡിംഗ് അല്ല. മനസ്സിലായില്ലേ? പക്ഷെ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മൈ ബ്രദർ ഈസ് എംപ്ലോയിഡ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ ഇന്നാ വരിക. പക്ഷെ ഇവിടെ റെയിൽവേ മാത്രം വന്നതുകൊണ്ട് അതൊരു അതൊരു ബിൽഡിംഗ് അല്ല. അവിടെ എന്ത് വന്നു? ഓൺ വന്നു. അതുപോലെ ഓൺ എ എസ്റ്റേറ്റ്, ഓൺ എ പ്ലാന്റേഷൻ, ഓൺ എ ഫാം. മനസ്സിലായല്ലോ? അപ്പം ഒരു പ്ലേസ് ഓഫ് വർക്ക് ബിൽഡിംഗ് അല്ല എങ്കിൽ എന്ത് വേണം? ഓൺ വേണം. ഇപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയേ, ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ഇത് പറയണ്ടായിരുന്നു. ഒരു ആം ചെയർ വന്നപ്പോൾ എന്താ പറ്റിയെന്ന്. ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ചെയറിന് മുകളിൽ ഇരിക്കുന്നു. അപ്പോൾ ഓൺ വന്നു. പക്ഷേ ഹി ഈസ് സിറ്റിംഗ് ഇൻ ആം ചെയർ. ഒരു ആം ചെയർ വരുമ്പോൾ അതായത് ഇതൊരു ക്ലോസ്ഡ് ആണ് അല്ലേ? അടച്ചുപൂട്ടിയ പോലെ ആയിരിക്കും ആം ചെയർ ഉണ്ടാവുക.
അപ്പം എന്ത് വേണം? ഇന്ന് വേണം. ആം ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് വേണം. വെറും ചെയറിലാണ് വരുമ്പം ഓൺ. ഹി ഈസ് സിറ്റിംഗ് ഓൺ ചെയർ. ഹി ഈസ് സിറ്റിംഗ് ഇൻ ആം ചെയർ. അതും ക്ലിയറായി. ഇതും ഒരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആം ചെയർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വെറും ചെയർ വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇവിടെ അത് ക്ലിയറായി. ഇനി നോക്കാം. ഇത് നോക്കിയേ, 8ാമത്തെ കേസ് നോക്കിയേ. അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഇൻഡിക്കേറ്റ് എ ഡെഫിനിറ്റ് പോയിന്റ് വിത്തിൻ ആൻ ഏരിയ. ഒരു ഏരിയയിലെ ഒരു ഡെഫിനിറ്റ് പോയിന്റ്, ഒരു ഷാർപ്പ് ഒരു പോയിന്റിനെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഹി ഈസ് അറ്റ് ഹോം. ഈസ് അറ്റ് ഹോം. ഹോം എന്ന ആ വീട്ടിനകത്ത് ഹി ഈസ് അറ്റ് ഹോം. ആ വീട്ടിലുണ്ടാകും. ഹി ഈസ് അറ്റ് ഹോം. വീട്ടിലുണ്ടാകും. മനസ്സിലായില്ലേ? ആ വീട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കോൾ മീ അറ്റ് മൈ ഓഫീസ്. മനസ്സിലായല്ലോ? മൈ ഓഫീസ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ് പോയിന്റ് വിത്തിൻ അൻ ഏരിയ. അപ്പം അറ്റ് വേണം. പക്ഷേ അടുത്തൊരു പ്രിപ്പോസിഷൻ നോക്കുക. ഇൻ ഇൻഡിക്കേറ്റ് അൻ ഏരിയ വിത്ത് എൻക്ലോഷർ ഓർ ബൗണ്ടറീസ് ആൻഡ് വോളിയം ആസ് വെൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, ഒരു ബൗണ്ടറിയാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വോളിയത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഴിവ് അല്ലേ? ഇപ്പോൾ ഒരു ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വോളിയമാണ്. ആ ബാസ്ക്കറ്റിനകത്തേക്ക് നമുക്ക് ആപ്പിൾ ഇടാം. അപ്പോൾ ആപ്പിൾ ആ ബാസ്ക്കറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു. അതിനെയാണ് ഒരു വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അത് അപ്പം എന്ത് വേണം? ഇന്നാണ് ഉപയോഗിക്കുക. ഒരു ഏരിയയോ ബൗണ്ടറിയിൽ ചുറ്റപ്പെട്ട ഒരു വലിയൊരു ഏരിയയോ അല്ലെങ്കിൽ വോളിയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇൻ ഉപയോഗിക്കുന്നു. ഹി ഈസ് ഇൻ ദ ബിൽഡിംഗ് എന്നാണ്. ഹി ഈസ് ഇൻ ദ ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ഒരുപാട് എന്താ പറയണ്ട ക്വാർട്ടർ ഉണ്ടാകാം അല്ലേ? ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ടാകാം. ആ ക്വാർട്ടേഴ്സിൽ ആ ബിൽഡിങ്ങിൽ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ടാകും. ആ ക്വാർട്ടേഴ്സിൽ എവിടെയെങ്കിലും. ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒറ്റ ഈസ് അറ്റ് ഹോം. മനസ്സിലായില്ലേ? പക്ഷേ ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ഇൻ ദ ബിൽഡിംഗ്. അതൊരു വലിയൊരു ഏരിയ ആണ്. ഒരു ബൗണ്ടറിയിൽ ചുറ്റപ്പെട്ട ഒരു മതിലിനകത്ത് ഒരു എല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു വലിയൊരു ഏരിയയിൽ ഉൾക്കൊള്ളുന്നതാണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ എവിടെയും ഉണ്ട്. ഹി ഈസ് ഇൻ ദ ബിൽഡിംഗ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അതുപോലെ ഓൺ ഇൻഡിക്കേറ്റ് എ സർഫസ്. ഒരു പ്രതലത്തെയാണ് ഓൺ സൂചിപ്പിക്കുന്നത്. ദർ ആർ പിക്ചേഴ്സ് ഓൺ ദ വോൾ അല്ലേ? ചുവന്ന മോൾ. ദർ ആർ പിക്ചേഴ്സ് ഓൺ ദ വോൾ. ദർ ആർ കാറ്റ്സ് ഓൺ ദ റൂഫ്. ഓൺ ദ വോൾ. അപ്പോൾ ആ ഒരു സർഫസിന്, റൂഫ് എന്ന സർഫസിന് അല്ലെങ്കിൽ വോൾ എന്ന സർഫസിന്, ദർ ആർ കാറ്റ്സ് ഓൺ ദ റൂഫ്, ആ ഒരു സർഫസിൻ്റെ മുകളിൽ. അപ്പം ഓൺ സൂചിപ്പിക്കുന്ന റൂഫിനെയാണ്, ഇൻ സൂചിപ്പിക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്, അതുപോലെ അറ്റ് സൂചിപ്പിക്കുന്ന ഒരു എക്സാക്ട് പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെമ്പററി ആക്ടിവിറ്റിയെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ടെമ്പററി ആക്ടിവിറ്റി. ഹി ഈസ് അറ്റ് പ്ലേ. ഹി ഈസ് അറ്റ് പ്ലേ. ടെമ്പററി ആക്ടിവിറ്റിയാണിത്. കാരണം കളിക്കും, അത് കഴിഞ്ഞ് പോകും. ഹി ഈസ് അറ്റ് പ്ലേ. അത് കളി എന്നതാണ് അവിടെ ഒരു ടെമ്പററി ആണ്. ദേ ആർ അറ്റ് വർക്ക്. ദേ ആർ അറ്റ് വർക്ക്. ഏതൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ അറ്റ് വർക്ക്. അതിപ്പോൾ തീരും, അത്രയേ ഉള്ളൂ. പക്ഷേ പെർമനൻ്റ് ആക്ടിവിറ്റിയുടെ കൂടെ ഇന്നാണ് ഉപയോഗിക്കുക. ടെമ്പററി ആക്ടിവിറ്റിയുടെ കൂടെ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു പെർമനൻ്റ് ആക്ടിവിറ്റിയുടെ കൂടെ ഇൻ ഉപയോഗിക്കുന്നു. ഷീ ഈസ് ഇൻ പൊളിറ്റിക്സ്. ജീവിതകാലം മുഴുവൻ പൊളിറ്റിക്സ് ആയിരിക്കും. ഇൻ പൊളിറ്റിക്സ്. ദേ ആർ ഇൻ ദ ആർമി. ദേ ആർ ഇൻ ആർമി. ആർമി എന്ന് പറയുന്നൊരു ജോലിയാണ്. അത് ഒരുപാട് കാലമുള്ള ജോലിയാണ്. ദേ ആർ ഇൻ ആർമി. അത് പെർമനൻ്റ് ആക്ടിവിറ്റിയാണ്. അപ്പം പെർമനൻ്റ് ആക്ടിവിറ്റി വരുമ്പോൾ ഇന്ന് വരുന്നു, ടെമ്പററി ആക്ടിവിറ്റി വരുമ്പോൾ അറ്റ് വരുന്നു. ശ്രദ്ധിച്ചാൽ മതി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളായാൽ ഇന്നിനെയും അറ്റിനെയും കുറിച്ചൊരു ധാരണ അല്ലെങ്കിൽ ഓണിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകാം. അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാകാം. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും പ്രിപ്പോസിഷൻ 1ൻ്റെ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറ്റ്, ഓൺ, ഇൻ തീർക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് പ്രിപ്പോസിഷനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.